ആരാണ് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖൽബിൽ സ്ഥാനം കിട്ടിയത്? ഈ ലോകത്ത് തർക്കമില്ലാത്ത ഒരു വിഷയമാണ് സ്വഹാബത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്താണ്. ലോകത്ത് എത്ര തന്നെ ഔലിയാക്കൾ കടന്നു വന്നാലും, ആയിരക്കണക്കിന് വർഷങ്ങൾ സുജൂദിൽ മാത്രം കടന്നുകൊണ്ട് ഇബാദത്ത് ചെയ്താലും, ഹബീബായ തങ്ങളെ ഒരു സെക്കൻഡ് മുസ്ലിമായ നിലക്ക് കാണുകയും ആ തങ്ങളെ വിശ്വസിച്ച് അങ്ങനെ തന്നെ മരിക്കുകയും ചെയ്ത ഒരു സ്വഹാബിയേക്കാൾ സ്ഥാനമുള്ള ഒരു ഔലിയാവും ലോകത്ത് വരാനില്ല എന്നുള്ളത് പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ തർക്കമില്ലാത്ത വിഷയമാണ്. സ്വഹാബത്തിനെ തള്ളിപ്പറയുന്നവർ ഉണ്ട്, സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് പറയുന്നവരുണ്ട്. അവർക്ക് പരിശുദ്ധ ഖുർആനാണെന്ന് പറയാൻ വേറെ തെളിവുകൾ ഇല്ല. ഇത് പരിശുദ്ധ ഖുർആനാണ് എന്ന് സ്വഹാബത്താണ് ഈ ലോകത്ത് പഠിപ്പിച്ചു തന്നത്. തങ്ങൾ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് സ്വഹാബത്താണ് ലോകത്ത് പഠിപ്പിച്ചു തന്നത്. കരളിന്റെ കഷ്ണങ്ങളായ പ്രവാസ ലോകത്തുള്ളവരോട് പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ യഥാർത്ഥമായ ആശയങ്ങളിൽ നിന്ന് വഴിതെറ്റിപ്പോകാൻ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സാധ്യതയുള്ള മേഖലയാണ് നിങ്ങളുടെ പ്രവാസ ജീവിതം. പച്ചയും ചുവപ്പുമുള്ള ദിർഹമിന്റെയും ദീനാറിന്റെയും നോട്ട് കാണുമ്പോ നാട്ടിൽ ആഘോഷിച്ചും വിശ്വസിച്ചും വന്ന ആചാരങ്ങളും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശങ്ങളും മറന്നുപോയാൽ ഹൽ അതാക ഹദീസുൽ ഗാശിയ വജൂഹു യൗമഇദിൻ ഖാശിയ ആമിലത്തുൻ നാസിബ തസ്ലാ നാറൻ ഹാമിയ. നബിയെ, തങ്ങൾക്ക് ചില മുഖങ്ങളെ ആഖിറത്തിൽ കാണാം. അവരുടെ മുഖങ്ങൾക്ക് വല്ലാത്ത കറുപ്പുണ്ട്. അവർക്കൊരു പക്ഷേ ഒരുപാട് ഇബാദത്തുകൾ ഉണ്ടാകും. പക്ഷേ അവർ ദുനിയാവിന് വേണ്ടി ആഖിറം വിറ്റവരാണ്. പണങ്ങൾക്ക് വേണ്ടി ആദർശങ്ങളെ ചോദ്യം ചെയ്തവരാണ്. താൽക്കാലിക സുഖങ്ങൾക്ക് വേണ്ടി മഹാന്മാരായ ആലിമീങ്ങൾ പകർന്നു തന്ന വഴികളെ ചോദ്യം ചെയ്തവരാണ് എന്ന് ഹൽ അതാക സൂറത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട്. അപ്പൊ സ്വഹാബത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃകയാകേണ്ടത്. ആ സ്വഹാബത്താണ് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഖൽബിൽ സ്ഥാനം പിടിച്ചത്. അവർ നടന്ന വഴിയിൽ നടക്കാനാണ്, അതിലേക്ക് ജീവിതം നയിക്കാനാണ് എല്ലാ സംഗമങ്ങളും എല്ലാ മജ്‌ലിസുകളും നിങ്ങൾ ആഹ്വാനം ചെയ്യുന്നത്.